വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദേഹം, ദേഹി, ആത്മാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ദേഹം, ദേഹി, ആത്മാവ് എന്നിവ വ്യത്യസ്തമാണെങ്കിലും അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് ബാധിക്കപ്പെട്ടാൽ മറ്റു രണ്ടും അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുന്നു. നേരെ മറിച്ച് നമ്മുടെ ആത്മാവ് സന്തോഷത്താൽ നിറയുമ്പോൾ അത് നമ്മുടെ ദേഹത്തിലേക്കും ദേഹിയിലേക്കും ഒഴുകി ശക്തിയും സമാധാനവും നൽകുന്നു. ക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് ആരോഗ്യമുള്ളതും കറയോ ചുളുക്കമോ ഇല്ലാതെയും കാണപ്പെടണം. അങ്ങനെ നമുക്ക് അവന്റെ മുൻപാകെ കുറ്റമറ്റവരായി നിൽക്കാൻ കഴിയും. 40 ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ശാരീരികമായി വിശന്നപ്പോൾ കർത്താവായ യേശുവിനെ പരീക്ഷിക്കാൻ സാത്താൻ തന്ത്രപരമായ ഒരു നിമിഷം തിരഞ്ഞെടുത്തു. യേശുവിന്റെ ഏറ്റവും ദുർബലമായ ശാരീരിക ഘട്ടത്തിൽ അവനെ ആക്രമിക്കുന്നത് അവനെ ഇടറിക്കാൻ കാരണമാകുമെന്ന് അവൻ കരുതി. വേട്ടയാടലിൽ നിന്ന് മടങ്ങിയെത്തിയ ഏശാവിന്റെ സാഹചര്യം പരിഗണിക്കുക. അവന് വിശന്നു. യാക്കോബ് തന്റെ വിശപ്പ് മുതലെടുത്ത് ഏശാവിന്റെ ജന്മാവകാശത്തിനായി ഒരു പാത്രം പായസം വിറ്റു. വിശപ്പ് ഒരു വ്യക്തിയെ എല്ലാം ഉപേക്ഷിപ്പിക്കുന്നു എന്ന് ചൊല്ലുപോലെ ഇണകൾ വേർതിരിഞ്ഞ് താമസിക്കുമ്പോൾ സാത്താൻ ശാരീരിക ആഗ്രഹങ്ങളെ ചൂഷണം ചെയ്ത് അവരെ പ്രലോഭനത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു. അത്തരം സാഹചര്യങ്ങളിൽ ദൈവജനം ജാഗ്രത പാലിക്കണം. പൗലോസ് ഉപദേശിച്ചു, ഒരു സമയത്തേക്ക് സമ്മതത്തോടെ അല്ലാതെ പരസ്പരം വേർപിരിയരുത്. അങ്ങനെ നിങ്ങൾക്ക് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും അവസരമുണ്ടാകും. നിങ്ങളുടെ ആത്മനിയന്ത്രണമില്ലായ്മ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിപ്പാൻ വീണ്ടും ഒന്നിച്ചു ചേരുക എന്ന്. ഇത് 1 കൊരിന്ത്യർ 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. നമ്മുടെ ആത്മാവ് ആത്മീകമായി ആരോഗ്യമുള്ളതായിരിക്കേണ്ടതുപോലെ നമ്മുടെ ശരീരവും ശക്തവും നല്ല ആരോഗ്യമുള്ളതുമായിരിക്കണം. സ്വന്തം ആരോഗ്യത്തെ അവഗണിച്ച് അക്ഷീണം പ്രവർത്തിച്ച് മരണത്തോളം ഗുരുതരാവസ്ഥയിലായ കർത്താവിന്റെ വിശ്വസ്തദാസനായ എപ്പഫ്രോദീത്തീസിനെ കുറിച്ച് ബൈബിൾ പറയുന്നു. ഇത് ഫിലിപ്പിയർ 2-ാം അധ്യായം 27-30 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കുടുംബജീവിതത്തിലായാലും ശുശ്രൂഷയിലായാലും നാം സന്തുലിതാവസ്ഥ നിലനിർത്തണം. ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ശരിയായ വിശ്രമം ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ട് നാം അച്ചടക്കമുള്ള ജീവിതം നയിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരം സ്വാഭാവികമായി ബലഹീനമായതിനാൽ നല്ല ആരോഗ്യം നിലനിർത്തുന്നത് അവയെ പരിപാലിക്കേണ്ടതും അത്യാവശ്യമാണ്. ശക്തവും ആരോഗ്യവുമായ ഒരു ശരീരം ദൈവനാമത്തെ മഹത്വപ്പെടുത്താനും അവനെ ഫലപ്രദമായി സേവിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ഫിലിപ്പിയർ 4-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ന്യായാധിപന്മാർ 1, 2, 3 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 4-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.